എത്ര നാളായി ഇങ്ങനൊരു പാട്ട് കേട്ടിട്ടല്ലേ? ഇന്നെല്ലാം കൊഞ്ചല്ല കൊഞ്ചല്ല പെണ്ണെ നീ കൊഞ്ചിക്കളിക്കല്ല പെണ്ണെ റാത്തീവിൽ ഇങ്ങനെ ആടണ കണക്കാം. ഇതൊക്കെ കേട്ട് കേട്ട് ഉപ്പാപ്പാര് വരെ ഇശാസ്കാരം കളഞ്ഞിട്ട് ഇപ്പൊ മെസ്സേജ് അയക്കാൻ പോവാ. അത്രമാന്റെ മെസ്സേജ് ഓടി പോവില്ല, ഓടുക. അതാണ് ഏറ്റവും നല്ല മുഞ്ചുള്ള പാട്ടെന്ന്. ഇത് ബോയിൻകുട്ടി വൈദ്യർ എഴുതിയത് വെറുതെ അല്ല. ഇതിന്റെ 4 വരികളിലൂടെ ഒരു ഇസ്ലാമിക ചരിത്രമാണ് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത്. ആലോചിച്ച് നോക്കി. അല്ല വെറുതെ കത്തിരി മുത്തിരി എന്ന് പറഞ്ഞതല്ല. ഒരുപാട് കാര്യം ഇതിനകത്ത് പഠിക്കാൻ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ പിശാചൊന്നാമത്തെ ശ്രമം നടത്തിയില്ലേ? അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയില്ലേ? വിശദീകരിക്കുന്നില്ല. അവിടെ മുതൽ ഇബ്ലീസ് ശ്രമം നടത്തിയിട്ട് സകല മനുഷ്യരുടെയും സകല പ്രവാചകന്മാരുടെയും സകല സഹാബത്തിന്റെയും മുമ്പിലേക്ക് ചെന്നില്ലേ പിശാച് നരകവുമായി? അവർക്ക് നരകം കൊടുക്കാൻ ആണിന്റെയും പെണ്ണിന്റെയും പിന്നാലെ പിശാച് നടന്നില്ലേ? ഇന്ന് നമ്മോടൊപ്പവുമില്ലേ? നമ്മോടൊപ്പവുമുണ്ട്. 17കാരിയുടെ പുഞ്ചിരിയുടെ രൂപത്തിലും മൊബൈലിനകത്തുള്ള ബ്ലൂ ഫിലിമിന്റെ രൂപത്തിലും റഹ്മാന്റെ രൂപത്തിലുമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, പിശാച് പല രൂപത്തിലും കോലത്തിലും വന്നു മനുഷ്യ മനസ്സിന്റെ മസ്തിഷ്കത്തിലേക്ക് നരകത്തിന്റെ തീക്കനൽ കോരിയിട്ടുകൊണ്ടിരിക്കുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവിനോട് എപ്പോഴും കാവല് തേടണം. എന്നാലും പാടാണ്. ഒരു ദിവസം ഒരാള് രാവിലെ 100 പ്രാവശ്യം, രാത്രി 100 പ്രാവശ്യം. രാവിലെ 100, രാത്രി 100, 2 പ്രാവശ്യവും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് അല്ലാഹുവിനോട് ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് കാവല് തേടിക്കൊണ്ടിരിക്കുക. അയാള് ഒരു മതിലിന്റെ ചോട്ടിൽ കിടന്നുറങ്ങുമ്പോ ഇബ്ലീസ് ഇങ്ങനെ ഒരു വേറെ വേഷത്തിൽ, ഇത് വേഷമൊക്കെ മാറി നല്ല ദാടി തലക്കെട്ടൊക്കെ ഉള്ള ഒരു വേഷത്തിൽ വന്നിട്ട് പറഞ്ഞു ഇവിടെ നിന്നൊന്ന് മാറിക്കിടക്കണമെന്ന്. അയാൾ ചോദിച്ചു അതെന്താ? നിങ്ങൾ മാറിക്കിടക്കുമ്പോ അറിയാന്ന് പറഞ്ഞു. അയാൾ മാറിക്കിടന്നിട്ട് മതിലിടിഞ്ഞു വീണു. അപ്പൊ ഈ കിടന്നയാള് ചാടി എഴുതിട്ട് പറഞ്ഞു നിങ്ങൾ കൊച്ചല്ലായാണെന്ന് തോന്നുകയാണല്ലോ. സാധാരണ നമ്മളിങ്ങനെ ഏട്ട പേരിട്ട് പറയും, കരുനാക്ക് കൊള്ളവരെ നീ കൊച്ചല്ല ആടി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ കൊച്ചല്ല. അയാൾ പറഞ്ഞു ഞാൻ കൊച്ചല്ല എന്നുമല്ല. ഒരു ദിവസം എന്റെ ഉപദ്രവം നിനക്കുണ്ടാവാതിരിക്കാൻ അള്ളാഹുവിനോട് 200 പ്രാവശ്യമാണ് നീ അള്ളാഹുവിനോട് കാവല് ചോദിക്കുന്നത്. ഞാൻ സാക്ഷാൽ ഇബ്ലീസാണെന്ന് പറഞ്ഞപ്പോ ഇയാളിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ഇയാള് ചോദിച്ചു ഇബ്ലീസേ, അതെ നീ സെറ്റപ്പായി, നന്നായല്ലോ, രക്ഷപ്പെട്ടല്ലോ, ഇപ്പൊ പഴയതുപോലെ കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്ക്, നീ ഇപ്പൊ നല്ല ഹിദായത്തിന്റെ വഴിയിലേക്ക് വന്നെന്ന് തോന്നുന്നു, എന്നെ സന്തോഷമായിട്ട് മാറ്റിക്കിടത്തി. ആ സമയത്ത് ഇബ്ലീസ് പറഞ്ഞടാ പായ ഞാൻ നന്നായത് കൊണ്ടൊന്നുമല്ല. ഒരാള് വെറുതെ ഈമാനുള്ള നിസ്കാരമുള്ള ഒരാള് മതിലിടിഞ്ഞ് വീണു മരണപ്പെട്ടാൽ അയാൾക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ അങ്ങനെ ഓസിനി ഷഹീദ് ഉണ്ടാക്കണ്ട, മാറിക്കിടന്നോ. 200 പ്രാവശ്യം കാവല് ചോദിച്ച ആളാ ഓസിന് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് മാറ്റിക്കിടത്തി. അപ്പൊ നമ്മളോ ഒരു ദിവസം നമുക്കൊരു 10 പ്രാവശ്യം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാൻ പറ്റും. പിശാചിന്റെ കാവലിന് വേണ്ടി അല്ലാഹുവിന്റെ ഖുർആൻ സമ്മാനിച്ച ഏറ്റവും വലിയ മന്ത്രം എന്തെന്നറിയോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ഈ ആയത്തുൽ കുർസി പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവാതിരിക്കുവാനുള്ള ഏറ്റവും വലിയ ഖുർആൻ തരുന്ന മന്ത്രമാണ്. +2 പഠിക്കുന്ന പരീക്ഷയാറ് പ്രിയപ്പെട്ട പെങ്ങളെ, ടെക്സ്റ്റ് ബുക്ക് നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് പിശാചിന്റെ ബാധയാണ്, നിനക്ക് പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല, തലവേദനയാണ്, തലചൊറിച്ചിലാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും വേണ്ട, പഠിക്കാൻ പറ്റുന്നില്ല. ഉടനെ ഉമ്മ പറയും അപ്പുറത്തെ സൈനബ ചെയ്ത പണിയാ, എന്റെ മോക്ക് എല്ലാത്തിനും മാർക്ക് കൂടുതലായതുകൊണ്ട് അവള് ചെയ്ത പരിപാടിയാ, അതുകൊണ്ടാണ് ഇപ്പൊ മോക്ക് പഠിക്കാനിരിക്കുമ്പോ തലവേദന. ശൈത്താൻ തലേക്ക് ഒന്നാമത്തെ ആളാൻ താത്തമാര് യാസീൻ ഓതുമ്പോ കാണാം, കിബിലയിലേക്ക് കാല് നീട്ടിയിരുന്ന് യാസീൻ മുക്ക് എടുത്ത് യാസീൻ ഓതുമ്പോ യാസീൻ എന്ന് പറയുമ്പോ തന്നെ ഈ കൈ ഇങ്ങനെ പോകും. ഒരു മുബീൻ തീരുമ്പോ 10 പേര് ഷഹീദാവും. ഇതെന്ത് യാസീൻ ഓതല, ആരെ ബോധ്യപ്പെടുത്താനാ? അപ്പൊ ഇത് പിശാച് തലേ കയറിന്റെ അടയാളമാണ്. ഒന്നിനും ഒരു ബോധവുമില്ല. യാസീൻ ബുക്കാണ് ഓലക്ക് തവണ കയറിയിരിക്കുന്നത്, ഒന്നും അറിയില്ല. പിന്നെന്താ? പിശാച് വരച്ചവരെയിൽ മനുഷ്യ മക്കളാരെ എന്നെയും നിങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോ രക്ഷപ്പെട്ടേ പറ്റൂ. ഒരിക്കൽ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിശാചിനെ കണ്ടു.
പിശാചിനെ കണ്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ശൈത്താനെ നിന്നെ ഞാൻ വിടൂല, ശപിക്കപ്പെട്ടവനാര ഇബ്ലീസ്, നിന്നെ ഞാൻ വിടൂലടാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്ലീസിനെ പിടിച്ചു വെക്കുകയാണ്. ഇബ്ലീസ് പറഞ്ഞു, മൂസാ നബിയേ, എന്നെ നിങ്ങൾ വെറുതെ വിട്ടാൽ നിങ്ങൾക്ക് ഞാനൊരു ഇൽമു പറഞ്ഞു തരാം. എന്നെ നിങ്ങൾ വെറുതെ വിട്ടാ മൂസാ നബിയെ നിങ്ങൾക്ക് മനോഹരമായ ഇൽമു ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുമ്പോ മൂസാ നബി ചോദിക്കുന്നു, നീ എന്താ പറഞ്ഞു തരാൻ പോകുന്നത്? ആ സമയത്താണ് ശപിക്കപ്പെട്ടവനാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മൂസാ നബിയോട് വാള് പറഞ്ഞു കൊടുക്കുന്നത്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അള്ളാന്റെ ശാപം കിട്ടിയ ആളാണെങ്കിൽ വലിയ അറിവുള്ള ആളായിരുന്നു. ചേകന്നൂർ ആരായിരുന്നു? ചേകന്നൂരിനെ പോലെ കിതാബ് തിരിഞ്ഞ ആള് ലോകത്തില്ല. പക്ഷേ കിതാബും തലയും ഒരുപോലെ തിരിഞ്ഞുപോയി. കിതാബും തലയും ഒരുപോലെ തിരിഞ്ഞു. നിസ്കാരം 3 വഖത്തേ ഉള്ളൂ. ഇപ്പോഴും ഉണ്ട് ചേകന്നൂരിന്റെ ആൾക്കാർ 3 വഖത്ത് നിസ്കരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. വെറുതെ പറഞ്ഞല്ല. അപ്പൊ ഒരുപാട് അറിവുണ്ടായിട്ട് കാര്യമില്ല. കാരണം പൊരുത്തവുമാണ് അറിവ് ഉപയോഗപ്പെടുന്നത്, അറിവ് നാഫിയാകുന്നതിന്റെ പ്രധാന കാരണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരു മഹലിൽ സേവനം ചെയ്താൽ അവസാനം കിട്ടുന്നത് എന്താണ്? മതിലൊട്ടിക്കുന്ന കുറെ നോട്ടീസുകളാണ്. 2 കൊല്ലം ഉസ്താദ് മാറിപ്പോകുമ്പോൾ ഇബ്രാഹിക്കാരെ മോള് അവിച്ച ജാമും കൊണ്ടുവരുമായിരുന്നു, സുലൈമാൻ കാക്കാരെ മോള് പുളിമുളകും കൊണ്ടുവരുമായിരുന്നു. അതൊക്കെ പിന്നീടാണ് അറിയുന്നത്. 2 കൊല്ലം ഇരുന്നപ്പോൾ ആരും അറിഞ്ഞില്ലായിരുന്നു. അന്ന് മൊയിലാരെ ഊറ്റി എടുക്കുക, എല്ലാത്തിനും നല്ല ഉഷാറായിരുന്നു. അപ്പോ അത് ഉസ്താദുമാരാ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. നമ്മളൊരു മഹലിൽ ഇരിക്കുമ്പോ ഗൗരവത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളോട് പറയാം, ഒരു മഹലിൽ ഞാനോ നിങ്ങളോ ഖതീബായിട്ട് കയറിയാൽ നമ്മളെ ഏറ്റവും അധികം സ്നേഹിച്ചുകൊണ്ട് ഒരുപാട് പേര് അവിടെ. ഒന്നാമത്തെ ദിവസം തന്നെ ഖുതുബയും പ്രസംഗവും കഴിഞ്ഞിറങ്ങുമ്പോൾ ആദ്യം ഒരാൾ വന്നിട്ട് പറയും, ഉസ്താദേ ഇതുവരെ ഈ പള്ളിയിൽ ഇതുപോലെ ഒരു ഖുതുബയും പ്രസംഗവും ആരും കേട്ടിട്ടില്ല. ഇങ്ങനെ പറയുന്ന ആളാണ് ആ മഹലിലെ ഏറ്റവും നമ്പർ 1 പാര. ഒരു സംശയം എഴുതിയിട്ടോ, നിങ്ങൾ എഴുതിയിട്ടോ, ഉറപ്പാണ് ആ കാര്യം. അവരുടെ പാര കാരണം പിന്നെ അവിടെ നിന്ന് മാറേണ്ടി വരും. അതൊന്നാമത്തെ. പിന്നെന്താ പ്രിയമുള്ളവരെ, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ പൊരുത്തത്തോടുകൂടി ചെയ്താൽ 2000 രൂപയാണെങ്കിലും 4000 ആണെങ്കിലും അതിന് വല്ലാത്ത പ്രതിഫലമാണ്. എന്നാൽ പണക്കാരുടെ ആസനം താങ്ങിയിട്ട് സിമ്പതിക്കു വേണ്ടി ചെയ്താലോ, പരിപാലകര് ചെയ്യുന്ന തെറ്റിനെ മൂടി വെക്കാൻ വേണ്ടി, പള്ളിയിലെ ജോലിയിൽ പിടിച്ചിരിക്കാൻ വേണ്ടി അല്ലാഹുവെ മറന്നുകൊണ്ട്, പ്രിയമുള്ളവരെ, പള്ളി പരിപാലിക്കുന്നവർക്ക് തലകുനിച്ചു കൊടുക്കുന്ന പണിയാണ് ചെയ്യുന്നതെങ്കിൽ അല്ലാഹു പൊറുക്കൂല മോനെ. കാരണം നമുക്ക് വലുതല്ലാഹുവാണ്, നമുക്ക് വലുതല്ലാഹുവാണ്, നമുക്ക് വലുതല്ലാഹുവാണ്. എത്ര വലിയ പള്ളിയിൽ നിന്ന് പിരിച്ചുവിട്ടാലും നമുക്ക് ഭക്ഷണം തരുന്നതാരാ? എത്ര വലിയ പള്ളി പിരിച്ചു വിട്ടാൽ നമുക്ക് എത്ര വലിയ രോഗം വന്നാൽ ആ രോഗം മാറ്റുന്നതാരാ? അതിന് ചികിത്സയ്ക്ക് പണം ചെലവഴിക്കുന്നതാരാ? അത് നമ്മൾ മറക്കല്ലേ. എവിടെയെങ്കിലും ഇരിക്കുമ്പോ പലിശക്കാര് വന്ന് തോളത്ത് കൈയിട്ടിട്ട് സാറേ കത്തിച്ചോ, കാശ് ഞാൻ തരാ, നിങ്ങളുമിണ്ടല്ലേ, നിങ്ങൾ അവരോട് പോവല്ലേ, നിങ്ങൾക്ക് എന്താവശ്യം വന്നാലും ചെയ്യുന്ന മഹല്ലാണെന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ, പണക്കൊതിയന്മാരുടെ സിമ്പതിക്കു വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ കഷണിച്ചു കൊടുക്കുന്ന കാപാലികന്മാരായി മാറിപ്പോയ പണ്ഡിതന്മാരെന്ന പേരല്ല, പണ്ഡിതന്മാരെന്ന പേര് തരേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് വേദനയോടെ പറയുന്നു, ലോകത്ത് നശിച്ചു പോരവരൊക്കെ അറിവില്ലാത്തവരായിരുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്രൂദ് എന്ന് പറയുന്ന സഹോദരന് അറിവില്ലാത്തത് കൊണ്ടല്ല, ഫിർഔന് അറിവില്ലാത്തത് കൊണ്ടല്ല, ചേകന്നൂരിന് അറിവില്ലാത്തത് കൊണ്ടല്ല, ഇബ്ലീസിന് അറിവില്ലാത്തത് കൊണ്ടല്ല, മലക്കുകളുടെ ഉസ്താദായിരുന്നു ഇബ്ലീസ്. എന്നിട്ടെന്തേ അവസാനം മതപഠനത്തിന്റെ പടങ്കുടിയിലേക്ക് വന്നു വീണു. അതുകൊണ്ട് മൂസാ നബിക്കറിയാ ഇബ്ലീസ് വാളു പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ മൂസാ നബിക്കറിയാം ഇബ്ലീസ് നശിച്ചവനാണെങ്കിലും അറിവുള്ളവനാണ്, നശിച്ചു പോയവനാണെങ്കിലും അറിവുള്ളവൻ. അങ്ങനെ മൂസാ നബിയോട് ഇബ്ലീസ് പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാൻ നബി, എന്നെ ഉപദ്രവിക്കും. മൂസാ നബിയെ പേടിയാ. കാരണം ഒരൊറ്റയടിക്ക് കിബ്തി വർഗത്തിൽപ്പെട്ട ഒരാളെ കൊന്നുകളഞ്ഞ ആളാ മൂസാ നബി. നമ്മളെ പോലെ ചക്കളത്തടിയും കൊണ്ട് നടന്നതല്ല.
ഒറ്റയടിക്ക് ഒരാൾ ചീഞ്ഞു പോയി. പിന്നെ ശ്വാസം ഉണ്ടോ എന്ന് നോക്കണ്ട, അപ്പോഴേ കൊണ്ടങ്ങ് അടക്കിയാൽ മതി. ഒരേ ഒരു അടി അടിച്ചു, ഒറ്റ അടി അടിച്ചിട്ടുള്ളൂ. ആലോചിച്ച് നോക്കി. അത് മൂസാ നബി അസ്രായിലിനെ പോലും അസ്രായിലിന്റെ ശരീരത്തിലേക്ക് പ്രഹരം വെച്ചു കൊടുത്ത ഒരേ ഒരു പ്രവാചകൻ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മാത്രമാണ്. അതുകൊണ്ട് പിന്നെ എങ്ങനെ ഇബ്ലീസ് പേടിക്കാതിരിക്കും? ഇബ്ലീസ് പേടിച്ചപ്പോ ഇബ്ലീസിനോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമ കാണിച്ചു. ഇബ്ലീസ് പറഞ്ഞു, മൂസാ നബിയെ, നിങ്ങൾ എന്നെ ഉപദ്രവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 3 കാര്യം പറഞ്ഞു തരാം. ഞാനൊരു മനുഷ്യനെ വലയിലാക്കുന്നത് 3 സമയത്താണ്. ഒരു മനുഷ്യനെ ഞാൻ നശിപ്പിക്കുന്നത് 3 സന്ദർഭങ്ങളിലാണ്. ഒരു മനുഷ്യനെ ഞാൻ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുക്കി വെക്കുന്നത് 3 സമയത്താണ് നബിയേ. ആ 3 സന്ദർഭങ്ങളിൽ മനുഷ്യൻ എന്നെ സൂക്ഷിച്ചാൽ, ആ 3 സമയങ്ങളിൽ മനുഷ്യൻ എന്നെ ശ്രദ്ധിച്ചാൽ അവർക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറയുമ്പോ കൊതിയോടെ, ആർത്തിയോടെ, ആവേശത്തോടെ മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, ആ 3 സമയങ്ങൾ എപ്പോഴാണ്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ തഴവാകുറ്റിപ്പുറത്ത് നുസ്രത്തുൽ അനാം എന്ന പാവപ്പെട്ട സഹോദരങ്ങളുടെ സംഘടനയുടെ 2ാമത് വാർഷികത്തിന്റെ അത് കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 3 സന്ദർഭത്തിൽ ഞാനും നിങ്ങളെ ഇബ്ലീസിനെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ 3 സമയത്ത് പിശാചിന്റെ പിന്തലമുറക്കാരായി മാറാതിരിക്കാ ഞാനും നിങ്ങളും ഗൗരവത്തോടെ പ്രവർത്തിക്കണേ. അതിലൊന്നാമത് എപ്പോഴാന്ന് ചോദിക്കുമ്പോ മൂസാ നബിയോട് പിശാച് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, ഒന്ന് കോപം വരുമ്പോഴാണ്, ഒന്ന് ദേഷ്യം വരുമ്പോഴാണ്. ദേഷ്യം വരുമ്പോ ഇബ്ലീസ് വരുമോ എന്ന് ശ്രദ്ധിച്ച് സംസാരിച്ചില്ലെങ്കിൽ പലതും വിളിച്ചു പറയും നമ്മൾ. അവസാനം നമ്മൾ മെസ്സേജ് അയക്കും, അന്നേരം തോന്നിയ ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞതാ, പൊരുത്തപ്പെടണം, കാര്യമില്ല. പള്ളിയുടെ പൊതുയോഗത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? പൊതുയോഗത്തിലൊക്കെ പിന്നെ ഇപ്പോ കാശുകാർക്ക് വലിയ വലിയ സ്ഥാനമുള്ളവർക്കൊക്കെ വലിയ സംസാരിക്കാൻ പറ്റും. പാവപ്പെട്ട ആരെങ്കിലും അസ്സലാമു അലൈക്കും, എനിക്കൊരു കാര്യം പറയുന്നത്, ആള് കൊള്ളാം, ഇവിടെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന കാലുണ്ടെങ്കിൽ വിലയിലാണ്, അച്ഛനെ അവനെ ഒതുക്കി അവിടെ ഇരിക്കും. കാശുകാർക്ക് സംസാരിക്കാം. സാറ് പറയും, അപ്പൊ സാറ് സ്കൂളിൽ പോയിട്ടൊന്നുമില്ല, സാറിന് കുറച്ച് നോട്ട് പോക്കറ്റ് ഉണ്ട്, അതാണ് സാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം. അങ്ങനെ സമ്പന്ന വർഗത്തിന്റെ കുത്തകയായി ഇസ്ലാമിന്റെ ചില കാര്യങ്ങളൊന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോ ദേഷ്യം വരുമ്പോ നാം ശ്രദ്ധിച്ച് സംസാരിക്കില്ലെങ്കിൽ പ്രശ്നമാണ്. ഉമ്മയോട് ദേഷ്യം വരുമ്പോ എന്തെല്ലാം പറയും? ഉമ്മയോട് ദേഷ്യം വരുമ്പോ നമ്മൾ എന്തെല്ലാം പറയും? ശ്രദ്ധിക്കണം. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാ, പ്രസവിക്കപ്പെട്ട മക്കളെ, നമുക്ക് അല്ലാഹു തരുന്ന സ്വർഗം ഉമ്മാടെ കാൽപാദത്തിന്റെ ചോട്ടിലാണ്. മറക്കാൻ പാടില്ല, ഉമ്മാടെ കാൽപാദത്തിന്റെ ചോട്ടിലാണ് നമുക്കുള്ള സ്വർഗം. അതുകൊണ്ട് ഉമ്മയോട് സംസാരിക്കുമ്പോ ദേഷ്യത്തോടെ സംസാരിക്കരുത്. അപ്പൊ വാപ്പയോട് സംസാരിക്കുമ്പോ ദേഷ്യപ്പെടാമോ? പാടില്ല. വാപ്പയും ഉമ്മയും നമ്മുടെ ഗുരുനാഥന്മാരെ പോലെയാണ്, നമ്മുടെ ഗുരുനാഥന്മാരെ പോലെയാണ്. അല്ലാഹുവും റസൂലും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ഉമ്മയല്ലേ, നമ്മുടെ ഉപ്പയല്ലേ. ആ മാതാപിതാക്കളുടെ പൊരുത്തം നുസ്രത്തുൽ അനാമിന്റെ പ്രിയപ്പെട്ട സംഘാടകര് നേടിയെടുക്കണമെന്ന് വേദനയോടുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നിങ്ങൾ ഈ ചെയ്യുന്നത് നല്ലൊരു പ്രവൃത്തിയാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ ഒരു പുണ്യകാര്യമാണ്. അതിന് അല്ലാഹുവിന്റെ മുന്നിൽ പ്രതിഫലം വേണം മോന്. ആരുടെയും കയ്യടി വേണ്ടടാ, ആരുടെയും ഒത്താശ വേണ്ടടാ. ജനങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തട്ടെ, പരിഹസിക്കട്ടെ, കളിയാക്കട്ടെ, ആരും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരണ്ട. അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ യുദില്ലുഹുമുൽ മൗലാ, അല്ലാഹു അർശിന്റെ താഴെ ഒരുമിച്ച് കൂട്ടുന്ന യുവാക്കളുടെ കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ട്